ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആകാശും ആര്യനും കൂടെ ഗോമതിയോട് സംസാരിക്കുകയാണ്, ബാലന് എങ്ങനെയാവും ഈ 1 കോടി രൂപ കൊടുക്കാമെന്ന്. അപ്പോൾ ആകാശ് പറയുന്നുണ്ട്, അച്ഛൻ വീട് വിറ്റിട്ടാണെങ്കിലും ഈ പൈസ കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ നിനക്ക് എങ്ങനെ അറിയൂടാ? അല്ലാതെ പിന്നെ അച്ഛൻ്റെ കയ്യിൽ എവിടെ നിന്നാണ് കാശ്? അതുകൊണ്ടാണ് ഞാനങ്ങനെ ചിന്തിച്ചത്. അതൊക്കെ ശരി തന്നെ, പക്ഷെ അതൊന്നും ശരിയാവില്ല. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ആഭരണങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ കൊടുത്തു നമുക്ക് വിൽക്കുക, എന്തെങ്കിലും ചെയ്ത് ഈ കടവങ്ങ് നാണക്കേടിൽ നിന്ന് ഒഴിവാക്കാം എന്ന് ഗോമതി പറയുമ്പോൾ ആര്യനും ആകാശം വഴക്കുറയാട്ടോ. അമ്മേ, എത്ര കാലം അച്ഛൻ കഷ്ടപ്പെട്ടിട്ടാണ് ഈ പൊന്നൊക്കെ അമ്മയ്ക്ക് മേടിച്ച് തന്നത്, അതുകൊണ്ട് ഞങ്ങൾ ഇതൊരു തുള്ളി പോലും അത് നശിപ്പിക്കാൻ സമ്മതിക്കത്തില്ല എന്ന് പറയാണ്. എന്നാൽ പിന്നെ നമുക്ക് തന്നെ എന്തെങ്കിലും വഴി കാണാം, അമ്മ വിഷമിക്കല്ലേ എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തിയിട്ട് ആര്യൻ ആകാശിനെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് സംസാരിക്കാൻ കേട്ടോ. ഏട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ജീവനെ നേരിട്ട് കണ്ടൊന്ന് സംസാരിക്കാം. അവൻ കുറച്ചും കൂടെ പഠിപ്പും അറിവും ഒക്കെ ഉള്ള പയ്യനല്ലേ, മനസാക്ഷിയുണ്ട്. നമ്മളന്ന് കണ്ട് സംസാരിച്ചതല്ലേ, നമുക്ക് അവനോടൊന്ന് നേരിട്ട് സംസാരിച്ചാലോ? ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇളവ് കിട്ടുമായിരിക്കും. എന്നാൽ പിന്നെ നീ ഒന്ന് ഫോൺ വിളിച്ച് നോക്ക്. അങ്ങനെ ആര്യൻ ജീവനെ ഫോണിൽ വിളിച്ചിട്ട് ഇന്ന സ്ഥലത്ത് വരണം, നമുക്കൊന്ന് സംസാരിക്കണമെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് രാവിലെ നമ്മുടെ ആനന്ദ് ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ്. പോകുന്ന വഴിക്കാണെങ്കിൽ ആനന്ദിന് വല്ലാത്ത ദേഷ്യം. നമ്മുടെ ദേവി കോമഡി സ്റ്റോറി പോവല്ലേ, എന്നാൽ ഇതൊന്ന് നിർത്തി കൊടുക്കണമല്ലോ. വീട്ടിൽ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. പെട്ടെന്ന് തന്നെ വണ്ടി ഒതുക്കി വെച്ചിട്ട് ഉദയഭാനുവിനെ ഫോൺ ചെയ്യാട്ടോ. അയാൾക്ക് അറിയാം എന്തോ കുരിശാണെന്ന്. അപ്പോൾ നമ്മുടെ ആനന്ദ് ചോദിക്കേണ്ട, നിങ്ങൾ എന്ത് പാവിച്ചിട്ടാ? അല്ല, മോനെന്തിനാ അങ്ങനെയൊക്കെ എന്നോട് ചോദിക്കുന്നത്? ഞാൻ എന്ത് ചെയ്തു? അയ്യോ പാവം, ഒന്നും അറിഞ്ഞില്ല. പച്ച പിള്ള മാതിരി അഭിനയിക്കില്ലേ നിങ്ങൾ എൻ്റെ അടുത്ത്. നിങ്ങളുടെ എല്ലാ സ്വഭാവം എനിക്കറിയാം. അല്ല മോനെ, ഇപ്പം എന്താ സംഭവിച്ചത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. അയ്യോ പാവം തന്നെ, നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കാര്യങ്ങളൊന്നും അങ്ങോട്ട് അടുക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോഴത്തേക്കും മോളെ ഇറക്കി അങ്ങോട്ട് കളിക്കാൻ തുടങ്ങിയില്ലേ? അയ്യോ എനിക്കൊന്നും മനസ്സിലായില്ല, എന്താണെന്ന് വെച്ചാൽ മോൻ പറ. അതെ, മോളോട് പറഞ്ഞേരെ ഇതൊക്കെ അങ്ങ് നിർത്തിക്കോളാൻ. എന്ത് നിർത്തിക്കോളാൻ? അവളിപ്പോൾ ഗോമതി സ്റ്റോറി ജോലിക്ക് പോകുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞില്ലല്ലേ? നിങ്ങളല്ലേ അവളെ പറഞ്ഞു വിട്ടത്. ഞാൻ എന്തായാലും അവളെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കും. അപ്പോൾ അത് പാടില്ല, അവിടെ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് അടുത്ത അടവ് മോളെ കൊണ്ട് ചെയ്യിച്ചതല്ലേ? അയ്യോ എൻ്റെ പൊന്നു മോനെ, ഞാൻ ഈ കാര്യം അറിഞ്ഞിട്ടേ ഇല്ല. സത്യമായിട്ട് അറിഞ്ഞിട്ടില്ല. ഞാൻ എങ്ങനെയാണ് മോനോട് ഇത് സത്യം ഇതിൽ കൂടി പറയാം? നിങ്ങളെനിക്ക് തീരെ വിശ്വാസമില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ, അവൾ ഗോമതി സ്റ്റോറി പോവാൻ തുടങ്ങിയിട്ടുണ്ട്. അതെങ്ങനെയെങ്കിലും നിങ്ങൾ നിർത്തിച്ചേക്കണം. മേലിൽ അവളിനി അങ്ങോട്ട് പോവരുത്. പിന്നെ നിങ്ങൾ വിചാരിക്കുമ്പോൾ അവളെ ഇവിടെ ഞാൻ വാഴിക്കാനൊന്നും പോകുന്നില്ല. അവളെ ഞാൻ അടിച്ചിറക്കും പെട്ടെന്ന് തന്നെ. എത്രയും വേഗം അത് ഞാൻ ചെയ്യും. മോനെ അങ്ങനെയൊന്നും ചെയ്യല്ലേ ദേവി, ഇത് ഇപ്പോഴൊന്നും അങ്ങനെയൊന്നും ചെയ്യല്ലേ. നമുക്ക് ആലോചിച്ചൊരു തീരുമാനം എടുക്കാം. ഒരാലോചനയില്ല. ഇപ്പോൾ ഉടനെ അത് വേണ്ടാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മോളോട് പറഞ്ഞ് മനസ്സിലാക്കുക, ഗോമതി സ്റ്റോറിൽ പോകരുതെന്ന്. ശരി മോനെ, ഞാൻ അങ്ങനെ തന്നെ ചെയ്തോളാമെന്ന്. അതും കേട്ടും കൊണ്ട് ദേവിയെ ഫോണിൽ വിളിക്കാം കേട്ടോ. അപ്പോൾ അവിടെ ബാലനില്ല. ബാലൻ എവിടെ പോയി എന്ന് ദേവി ചോദിക്കുമ്പോൾ ആകാശ് പറയാം, ബാങ്കിൽ എന്തോ പോയിന്ന് തോന്നണു, ലോണിൻ്റെ എന്തോ കാര്യത്തിനാണ്. അയ്യോ ലോണോ? എത്ര രൂപ ലോൺ എടുക്കാൻ അച്ഛൻ ഉദ്ദേശിക്കുന്നത്? അറിയില്ല. ഇനിയിപ്പോൾ എങ്ങനെ അച്ഛൻ ഈ പൈസ കടം തീർക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ ആകാശ് ദേഷ്യം. ആകാശ് പറയാം, ഇതെല്ലാം വരുത്തി വെച്ചത് അവളെ ഒരുത്തിയാ അനുമോള്. അവളെ എൻ്റെ കൈ കിട്ടണം, ഞാൻ അവളെ കാരണം അടിച്ച് പുകയ്ക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ദേവിക്ക് ഫോൺ വരുന്നത് കേട്ടോ. അങ്ങനെ അച്ഛൻ്റെ കോളായതുകൊണ്ട് തന്നെ ഫോൺ എടുത്ത് വെളിയിലേക്ക് കൊണ്ടുപോവാണ്. എന്തിനാ അച്ഛൻ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഉദയഭാനു പറയാം, മോളെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിന്നോട് അറിയിക്കാനാ ഞാൻ വിളിച്ചത്. മോളിപ്പം എവിടെയാ? അത് ഞാൻ ഗോമതി സ്റ്റോറിലാണ്. എന്തിനാ നീ അങ്ങോട്ട് പോയത്? അതിപ്പോൾ എനിക്കിപ്പം വരണം, അതുകൊണ്ട് വന്നു. എന്താ കാര്യം? അതിനിപ്പോൾ അച്ഛൻ എന്തിനാ അറിയണേ? ഞാൻ എൻ്റെ അടുത്തൊരു കാര്യം പറയാം, നീ അങ്ങോട്ട് ഇനി പോവരുത്. അതെന്താ അച്ഛാ? ഇപ്പോൾ ബാലച്ചൻ്റെ അവസ്ഥയൊന്നും അച്ഛന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. പിന്നെ ഈ ഒരു അവസ്ഥയിൽ ഞാനും കൂടെ ഇവിടെ വരാതിരുന്നാൽ ആകെ കുഴപ്പത്തിലാവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അത് ആനന്ദിന് ഇഷ്ടമല്ല. അവനിപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ട് വച്ചതേ ഉള്ളൂ. മോളെ, നിൻ്റെ ജീവിതം നിനക്ക് വലുതല്ലേ, അതുകൊണ്ട് അവൻ നിന്നെ ഉപേക്ഷിക്കാതിരിക്കണമെങ്കിൽ നീ അവിടെ വിട്ട് വീട്ടിലേക്ക് പോ. നീ ഇനി കടയിലേക്ക് പോകരുത്. അച്ഛൻ ഇനി എന്തൊക്കെ തന്നെ പറഞ്ഞാലും ശരി തന്നെ, ഞാനിത് ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്ന്. മോളെ ഒന്ന് പറയണ കേളടി എന്ന് പറഞ്ഞിട്ടൊന്നും ദേവി കേൾക്കാതെ ഫോണും വെക്കാട്ടോ. അപ്പോൾ ബാലനാണെങ്കിൽ ബാങ്കിൽ എവിടെയോ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് അനന്തം കാണുകയാണ്. അനന്തം പിടിച്ച് തടഞ്ഞ് നിർത്താണ് ബാലനെ. എന്താ കാര്യം ചോദിക്കുമ്പോഴാണ് അയാൾ പറയുന്നുണ്ട്, അതെ നിൻ്റെ വീട്ടിലെ ആര്യനോട് പറഞ്ഞേക്കണം, അവൻ്റെ ഭാര്യയോട് മര്യാദയ്ക്ക് പെരുമാറണം, നല്ല രീതിയിൽ പോകണമെന്ന്. എൻ്റെ മോൻ അവൻ്റെ ഭാര്യയോട് നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ ഒരു ഭാര്യയുടെ മനസ്സെന്താണെന്ന് ആദ്യം അറിയണം, സ്നേഹം കൊടുക്കണം, ഇതൊക്കെയാണ് വേണ്ടതെന്ന് അനന്തം പറയാം. ബാലന് ദേഷ്യം വരികയാണ്. ബാലൻ പറയണ്ട, നിന്നെ എനിക്കും പറയാനുണ്ട് ചിലത്.
അതെ, ഒരു ഭാര്യയുടെ മനസ്സ് ഒരു ഭർത്താവ് അറിയണമെന്നല്ലേ നീ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മകളല്ലേ അവൾ? അവളെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമായിരുന്നോ? അവളുടെ സ്വപ്നങ്ങൾ എന്താ നിങ്ങൾക്ക് അറിയുമായിരുന്നോ? ഇല്ലല്ലോ. അവളുടെ സ്വപ്നം എന്താണെന്ന് വെച്ചാൽ അത് സബലീകരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ആരിന് ഏതറ്റം വരെ പോകും. അവൻ്റെ അച്ഛനെ വരെ ധിക്കരിച്ചിട്ടാണ് അവൻ്റെ ഭാര്യയ്ക്കൊപ്പം അവൻ നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരുത്തൻ അവൻ്റെ ഭാര്യയെ ദ്രോഹിക്കുകയോ സ്നേഹിക്കാതിരിക്കുകയോ ചെയ്യത്തില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഇങ്ങോട്ടൊന്നും പഠിപ്പിക്കാൻ വന്നേക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ബാലനെ അങ്ങോട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ട് അച്യുതൻ മറിഞ്ഞു നിൽക്കുകയാണ്. അച്യുതൻ ആകെ ടെൻഷനായി. ബാലിൻ്റെ കാല് പിടിക്കാൻ പോയല്ലോ ഏട്ടൻ എന്നും പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെ അലോകിനെ വിളിക്കുക. അലോകും അനുമോളും കൂടെ ടെക്സ്റ്റൈൽസിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയാണ് കേട്ടോ. അലോകിനോട് അപ്പോൾ അലോക് അച്ഛൻ്റെ കോള് വന്നുകൊണ്ടേ വണ്ടി ഒതുക്കി നിർത്തിയിട്ട് റോഡിലേക്ക് ഇറങ്ങാണ്. എന്താ അച്ഛാ കാര്യം? മോനെ, ഞങ്ങൾ വിചാരിച്ച പോലെ നല്ലട കാര്യങ്ങൾ. എന്താ കാര്യം പറ അച്ഛാ? അതെ, അണുചേട്ടൻ ഇപ്പം ആ ബാലനെ കണ്ടിരുന്നു. ഏത് ബാലൻ? ആ ദേവമംഗലത്തെയോ? ആ പിന്നെ അല്ലാതെ വേറെ ആരാ? എന്തിന് വല്ലിച്ചൻ പോയി കണ്ടത്? അതെ, ഇപ്പം മിത്രയോട് ഭയങ്കര സ്നേഹമാണല്ലോ. മോളെ എന്ന് പറഞ്ഞ് നടക്കല്ലേ. മോളെ അവിടെ ആരും ഉപദ്രവിക്കാതിരിക്കാനും ആരിൻ്റെ ശല്യം ഇല്ലാതിരിക്കാനും സമാധാനത്തോടെ കഴിക്കണം എന്നൊക്കെ പോയി കാല് പിടിക്കാൻ പോയിരിക്കുന്നു. ഈ വല്ലിച്ചനത് എന്തിൻ്റെ കേടാണ്? എടാ, ഇപ്പം അവരൊക്കെ മിക്കവാറും ഒറ്റക്കെട്ടാവും ഇങ്ങനെ പോക്കാണെങ്കിൽ. നമുക്ക് നമ്മുടെ വഴി നോക്കിയേ പറ്റുള്ളൂ. അച്ഛൻ വിഷമിക്കാതെ ദേവമംഗലത്തിൻ്റെ അടിത്തറ വരെ ഇളക്കാനുള്ള എല്ലാ പരിപാടികളും ഞാൻ ഉണ്ടാക്കി വെക്കും. അച്ഛൻ ധൈര്യമായിട്ടിരിക്കെ. മതിയടാ, ഏട്ടൻ മിക്കവാറും കൈവിട്ട് പോവും. നീയാണ് എൻ്റെ സമാധാനം. നീ എങ്കിലും എൻ്റെ കൂടെ നിന്നല്ലോ, അത് മതി എന്ന് പറഞ്ഞ് അവർ സംസാരിച്ചിട്ട് നേരെ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അനുമോളോട് അവിടെ ടെക്സ്റ്റൈൽസിൽ പോയിട്ട് പറയണം, നിനക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നീ എടുത്തോട്ടോ, ഒരു മടിയും കാണിക്കണ്ട. ആ ശരി, എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, എനിക്ക് ഓഫീസിൽ ഇത്തിരി തിരക്കുണ്ട്, ഞാനിന്ന് അങ്ങോട്ട് പോയിട്ട് വരാം. എന്നാൽ പിന്നെ ശരി, അലോക് ഒരു കാര്യം ചെയ്യും, പൊക്കോ. ഞാൻ ഡ്രസ്സെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം അലോകിനെ വിളിച്ചാൽ പോരെ? മതി, അപ്പോഴും മതി, ഞാൻ വരാം എന്നും പറഞ്ഞുകൊണ്ട് അലോക് അനുമോളേനെയും അവിടെ നിർത്തിയിട്ട് പതിയെ പോവാൻ നോക്കാം കേട്ടോ. അപ്പോൾ എന്നിട്ട് പുറത്തിറങ്ങി നിന്നിട്ട് ആലോചിക്കുകയാണ്, ദൈവമേ, എങ്ങനെ ഇവക്ക് ഇന്ന് തന്നെ ഒരു പണി കൊടുക്കണം. അതോടുകൂടി ഇവളെ ഞാൻ ആരാണെന്ന് പഠിക്കണം. ഞാനേ ഇനിയിപ്പോൾ ഈ ഫോൺ അങ്ങ് ഓഫ് ചെയ്ത് വെക്കും. തുണികളെല്ലാം എടുത്ത് റെഡിയായി അവൾ ബില്ലടിച്ച് നിൽക്കട്ടെ, എന്നിട്ട് അവൾ എന്നെ വിളിക്കുമല്ലോ, കാണിച്ച് കൊടുക്കുന്നുണ്ട്, ഇന്നാണ് അവളുടെ കളി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അലോക് നേരെ വീട്ടിലേക്ക് ചെല്ലാട്ടോ. അവിടെ ചെന്ന് അച്യുതനോട് സംസാരിക്കുകയാണ്. അപ്പോൾ അച്യുതൻ പറയുന്നുണ്ട്, എടാ നീ എന്ത് പണിയാണ് കാണിച്ചത്? പണിയോ? അവൾക്കിട്ട് കൊടുക്കണോ അച്ഛാ? അതുകൊണ്ട് ഞാൻ അവളെ അവിടെ നിർത്തി. അവൾ ഡ്രസ്സെല്ലാം സെലക്ട് ചെയ്ത് എടുത്ത് വെക്കട്ടെ. പൈസ എങ്ങനെ കൊടുക്കണമെന്ന് അറിയുമല്ലോ. ഇപ്പം അവളെ എന്നെ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് അച്ഛാ. എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഓൺ ചെയ്ത് നോക്കും ഇവളെന്നെ വിളിച്ചിട്ടുണ്ടോ എന്തായെന്ന്. കയ്യും വീശി വരണം, ഞാൻ കാണിച്ചു തരാം അച്ഛന്. എടുത്ത തുണികളെല്ലാം അവിടെ ഇട്ടിട്ട് വരേണ്ട ഗതികേട് അവൾക്ക് തന്നെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അലോക് ഭയങ്കര സന്തോഷത്തിലാട്ടോ. അപ്പോൾ ജീവനാണെങ്കിൽ നമ്മൾ ആര്യനും ആകാശം കൂടെ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ തന്നെ ചിരിച്ചിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ജീവൻ വന്നോടനെ പറയാം, ഞാനൊരല്പം ലേറ്റായി പോയല്ലേ. അതൊന്നും സാരമില്ല. അല്ല, ഞാനേ ഭയങ്കര കൃത്യനിഷ്ഠമുള്ള ആളാണ്, പറഞ്ഞ വാക്ക് തെറ്റിക്കാറുമില്ല എന്നൊരു ഊന്നിങ്ങനെ ജീവൻ പറയാണ്. അപ്പോൾ ആര്യനും ആകാശം വല്ലാതായി. എന്നിട്ട് പറയാം, അല്ല ഞാൻ വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല കേട്ടോ, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാ. എന്തായാലും അനുമോള് ചെയ്തത് വലിയൊരു തെറ്റായിപ്പോയി. നമ്മൾ ആദ്യമേ തന്നെ ക്ഷമ ചോദിക്കുകയാണെന്ന് പറയുമ്പോൾ ജീവൻ പറയുന്നുണ്ട്, അനുമോള് ചെയ്തത് തെറ്റൊന്നുമല്ല, അത് ശരി തന്നെയാണ്. അവൾ സ്നേഹിച്ചൊരു പയ്യനോടല്ലേ അവൾ ഇറങ്ങിപ്പോയത്. അവളുടെ ജീവിതം അതല്ലേ വേണ്ടത്. അങ്ങനെ ജീവിച്ചാലല്ലേ അവർക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. പക്ഷേ എനിക്കൊരു വിഷമമുള്ളതെന്ന് വെച്ചാൽ പിന്നെ അവളെന്തായാലും എന്നോട് പറഞ്ഞില്ല, ഒരു വാക്ക് പറയാമായിരുന്നു നേരത്തെ, അത് പറഞ്ഞില്ല. എനിക്ക് അത്രയേ ഉള്ളൂ വിഷമം. നിങ്ങൾക്ക് എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞത്? അത് വേറൊന്നുമില്ല, ഇപ്പോൾ കേസിൽ നിന്ന് ഞങ്ങളൊന്ന് ഒഴിവാക്കണം, അത് പറയാൻ വേണ്ടിയിട്ടാണ്. കേസോ? എന്ത് കേസ്? അല്ല, ജീവൻ്റെ അമ്മയും അച്ഛനും കൂടെ വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ നഷ്ടപരിഹാരം വേണമെന്നും കല്യാണം മുടങ്ങിയതിന് കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു. കേസിന് പോയില്ലെങ്കിൽ 1 കോടി രൂപയാണ് അമ്മ അച്ഛനും കൂടെ ഞങ്ങളോട് ചോദിച്ചത്. ജീവൻ സത്യം പറഞ്ഞാൽ അത് അപ്പോഴായിരിക്കണം അറിഞ്ഞിട്ടുള്ളത് കാര്യം. ജീവനൊന്നും മിണ്ടുന്നില്ല. ഞങ്ങൾക്കിപ്പോൾ കേസിനും കോടതിക്കൊന്നും പോകാനും അതിനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ജീവനോട് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്, വേറൊന്നുമല്ല. ഞങ്ങൾക്ക് അതിന് കേസിനൊന്നും പോകാൻ വയ്യെങ്കിൽ പൈസ കൊടുക്കാൻ പറഞ്ഞിരുന്നല്ലോ അമ്മ 1 കോടി. അത്രയൊന്നും എൻ്റെ അച്ഛനെ കൊണ്ട് താങ്ങത്തില്ല. ഞങ്ങൾക്കുള്ളതെല്ലാം കൂടെ വിറ്റും പറക്കി എടുത്താലും അത്രയൊന്നും ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കില്ല. അതിലെന്തെങ്കിലും ഒരു ഇളവ് വരുത്താൻ ജീവന് പറ്റുമോ? അപ്പോൾ ജീവനോട് സംസാരിച്ചതിന് ശേഷം തീരുമാനിക്കാമെന്ന് കരുതി. അപ്പോഴാണ് ജീവൻ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അതിപ്പോൾ ഞാൻ എന്ത് പറയാനാ? അല്ല, എന്തെങ്കിലും ഒരു തീരുമാനം. അല്ല, ഇതിലിപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് അഭിപ്രായം പറയാനൊന്നുമില്ല. എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായിട്ടോ, ഞാൻ പോവാന്ന് പറഞ്ഞ് ജീവൻ അങ്ങ് പോവുക. അപ്പോൾ ആകാശിന് ദേഷ്യം വന്നിട്ട് ആര്യനോട് പറയുന്നുണ്ട്, കണ്ടോ നീ അല്ലേ പറഞ്ഞ അവൻ എന്തോ മലമറിച്ച് കൈ തരുമെന്ന്, അവൻ മിണ്ടാതെ പോയത് കണ്ടോ എന്ന് പറഞ്ഞ് അവർ തമ്മിൽ ഭയങ്കരമായിട്ട് സങ്കടത്തിൽ നിൽക്കുകയാണ്. ടെക്സ്റ്റൈൽസിൽ നിൽക്കുന്ന അനുമോളാണെങ്കിൽ
ഡ്രസ്സുകളെല്ലാം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ അലോകിനെ വിളിച്ചിട്ട് അലോക് ഫോൺ എടുക്കണേ ഇല്ല. കുറേ അവിടെ ഇവിടെ ആ ടെക്സ്റ്റൈൽസ് കംപ്ലീറ്റ് അലഞ്ഞ് തിരിഞ്ഞ് നോക്കുന്നുണ്ട്, അലോകിനെ കാണുന്നില്ല. അവസാനം ലിഫ്റ്റിൽ കയറി പോവാണ് മേളത്തെ താഴത്തെയൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അനുമോൾ അവിടെ മുഴുവനും കഷ്ടപ്പെടുക കേട്ടോ. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്